ഞാൻ മാഗി. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കാർബോനാര എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഡിഷാണ് കേട്ടോ. റോമിൻ്റെ ഒരു ടിപ്പിക്കൽ ഫുഡാണ് കാർബോനാര. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നു കാർബോനാര ചെയ്യാമെന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാർബോനാര ഉണ്ടാക്കാം. ലെറ്റ്സ് സീ ദി ഇൻഗ്രീഡിയൻസ്. പാസ്ത നമുക്ക് ഇഷ്ടമുള്ള ഏത് പാസ്ത എടുക്കാം. പിന്നെ ഇത് ബേക്കൺ, പഞ്ചായത്ത് എന്ന് ഇറ്റാലിയനിൽ പറയും. ഞാനൊരു 3 പെപ്പറോൺചീനോ എടുത്തിട്ടുണ്ട്, ഒരു മുട്ട, ചീസ്, ഗ്രേറ്റഡ് ചീസ്, മിൽക്ക്, ഒലിവ് ഓയിൽ, പെപ്പർ, പിന്നെ ഒബിയസ്ലി സോൾട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചായത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂബ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് സ്ട്രൈപ്പ് ആയിട്ടുള്ളതാണ്. അത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിലപ്പോൾ പെപ്പറോൺചീനോ കട്ട് ചെയ്യാൻ പോവാണ്. പെപ്പറോൺചീനോ ഉപയോഗിക്കണമെന്നില്ല, ഓപ്ഷണലാണ്. എന്നാലും എനിക്ക് പെപ്പറോൺചീനോയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ചെയ്യാവുന്നത് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അതിനകത്തൊരു അല്പം ഫാറ്റൊക്കെ ഉണ്ട്, പക്ഷെ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബൗൾ എടുക്കുക. എന്നിട്ട് ഒരു പോർഷന് ഒരു മുട്ട എന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ മിൽക്ക് 100 ml ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, പക്ഷേ എല്ലാം ഞാൻ ഒഴിക്കുന്നില്ല. നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉപയോഗിക്കാം. ചീസും ഏകദേശം 100 ml ആണ്. ഒരല്പം ചീസ് നമുക്ക് വയ്ക്കാം കേട്ടോ, അത് അവസാനം ചേർക്കാനുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരുപാട് ചേർക്കരുത്, കാരണം ബേക്കനിന് ഉപ്പിട്ടല്ലേ വരണേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട. ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലാണ്. അതിലേക്ക് നമുക്ക് പെപ്പറോൺചീനോ ഇട്ട് കൊടുക്കാം. എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പെപ്പറോൺചീനോ ഇട്ട് കൊടുക്കാം. നമുക്ക് കുരുമുളക് ഗ്രൈൻഡ് ചെയ്തിടാം. കുരുമുളക് ഇതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് അത്യാവശ്യം ചേർത്തോളുക. നന്നായിട്ടൊന്ന് സ്റ്റെയർ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പാസ്ത ഇടാം. ഞാൻ എടുത്തിരിക്കുന്നത് സ്പഗേറ്റിയാണ്. പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. ശബ്ദമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് ഒരല്പം ബേക്കൻ ഇട്ട് കൊടുക്കുക. ബാക്കി ബേക്കൻ നമുക്ക് ഏറ്റവും അവസാനം ചേർക്കാനുള്ളതാണ്. ഇനിയാണ് നമ്മുടെ കാര്യം കിടക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഫ്ലെയിം ഓഫായി. ഇനി നമ്മുടെ ചീസ്, മിൽക്ക്, മുട്ട എല്ലാം കൂടെ ചേർത്തിരിക്കുന്ന നമ്മളുണ്ടാക്കിയ സൂപ്പ് പോലത്തെ ഇല്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട വെന്ത് പോകരുത്, അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. മുട്ട വെന്ത് പോകുന്നില്ല, നല്ല ക്രീമി ആയിട്ട്. എപ്പോഴും നല്ല ക്രീമി ആയിട്ട് വരാറില്ല കേട്ടോ. വളരെ റെയറായിട്ട് മാത്രമേ ഇതിങ്ങനെ ഭംഗിയായിട്ട് വരാറുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റണം.
ഒട്ടും മുട്ട വെന്ത് പോകരുത്, അതാണ് ഇതിൻ്റെ ട്രിക്ക്. വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, മുട്ട ചിക്കിയതുപോലെ ഇരിക്കും. ഇതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ചീസില്ലേ അതങ്ങോട്ട് ചേർക്കുക. മിക്സ് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് വിപ്പ് ക്രീം ചേർക്കും, പക്ഷേ വിപ്പ് ക്രീം ഭയങ്കര ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിപ്പ് ക്രീമൊന്നും ഇല്ലാതെ ജസ്റ്റ് മിൽക്ക്, മുട്ട, ചീസ്, ഇത്രയും വേണ്ടി മാത്രം. എന്ത് രസമായിട്ട് വന്നേക്കണം. നമുക്ക് ബേക്കണിലും ചീസിലും ഒക്കെ ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. എന്നാലും ഒരു ടേസ്റ്റിൻ്റെ അവസാനത്തേക്ക് ഒരൽപ്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. A pinch of salt, already. ഇനി ഏറ്റവും അവസാനം നമുക്കൊരു അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കർബോനാര ഞാൻ പ്ലേറ്റ് ചെയ്തു. ഇനി അല്പം ഗാർണിഷിങ്ങിന് വേണ്ടി നമുക്കല്പം പെപ്പർ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ ഹബിയെ വിളിച്ച് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഹബി പ്ലീസ്. Maggie nailed it again. Okay, ഹബി എനിക്ക് 100 മാർക്ക് തന്നിട്ടുണ്ട്. നൈസ് ആൻഡ് ക്രീമി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ലെറ്റ് മീ ടേസ്റ്റ് ഇറ്റ്. Are you ready? നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ, ഇത് ഭാഗ്യത്തിന് കിട്ടിയതാ. എൻ്റെ വായിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. റെഡി? നൈസ് ആൻഡ് സോ ക്രീമി. ഓ, ഒരു ബൈറ്റും കൂടെ എടുക്കട്ടെ, ഒന്നും തോന്നരുതേ. ആ ക്രിസ്പിനെസ് ഭയങ്കര ബേക്കൻ്റെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കർബണാര എപ്പോഴും നല്ല ക്രീമി ആയിട്ടിരിക്കണം, അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ അധ്യായമായി കാണുന്നവരെ ബൈ.